ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് കുറേ കൂട്ടുകാർ എന്നോട് വാട്സപ്പിലും യൂട്യൂബിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ബിരിയാണീൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ 1 കിലോ അരിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 നല്ല പഴുത്ത തക്കാളി എടുത്തിക്കണം. പിന്നെ ഒരു 5 വലിയ സവാള ഇട്ടത്, ചെറുതാണെന്നുണ്ടെങ്കിൽ 6 എടുക്കുക. ഒരു 5-6 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ഒരു ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ട ഒരു വലിയ അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷ്ണം തന്നെ ഇഞ്ചി എടുക്കുക. പിന്നെ നമ്മളെല്ലാ സ്പൈസസും കൂടി ഏലക്കായി, കറാമ്പട്ട, കറാമ്പൂവ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. ഇത് ഈ കുക്കറിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരാവശ്യമില്ല, ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കൊരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. 4 വിസിൽ 5 വിസിലായാലൊന്നും അടി പിടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഞാൻ 4 വിസിലാണ് സ്ഥിരമായിട്ട് വെക്കൽ. അപ്പോൾ ഓരോ കുക്കറിനും വ്യത്യാസം ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് ചെയ്യട്ടോ. പിന്നെ ഞാൻ ഒരു ഉരുളി വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ചിക്കന് കായം തേച്ചെന്ന് വെച്ചാൽ വെറും മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടുകാണ്ട് ഒന്ന് കായം തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല, അപ്പം തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെന്താ പൊരിക്കണമെന്ന് വെച്ചാൽ ചിക്കന് പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെളിച്ചെണ്ണയിലാണ്, തോനെ വെളിച്ചെണ്ണ ഒന്നും വേണ്ട കേട്ടോ. അത് വെച്ചിട്ട് ചിക്കൻ പൊരിക്കണം വെച്ചിട്ട് ഒരുപാട് വെളിച്ചെണ്ണൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ എല്ലാം കൂടി ഒപ്പത്തിനൊപ്പമായിട്ട് ചെയ്യണത്. ഒരടുപ്പത്ത് ചോറ് വേവിക്കുന്നുണ്ട്, മറ്റേ കുക്കർ നമ്മൾ നടുക്കത്തെ അടുപ്പിൽ വെച്ചിട്ട് വിസിൽ വരാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ അടുപ്പത്ത് ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ എന്താ ചേട്ടാ, 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ എല്ലാ പണിയും കഴിയും കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ ചിക്കനൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. ചിലർ പറയും ഹാഫ് വേവിൽ പൊരിച്ചെടുത്താൽ മതി ബിരിയാണിക്ക് ചിക്കന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഹാഫ് വേവിലൊന്നല്ല, നല്ല ഫുള്ള് വേവിൽ തന്നെ ചിക്കന് പൊരിച്ചെടുത്തോളി. നല്ല ടേസ്റ്റിന് ഇക്കാരം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതുപോലെ ബിരിയാണി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് സമയവും ലാഭമാണ്, നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ വെന്തിക്കണമെന്നൊക്കെ നോക്കിയിട്ട് ചോറൊക്കെ അരിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഈ ദമ്മിടുന്ന നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് അതേ നേരത്താണ് ചോറ് വേവിടുന്നുണ്ടെങ്കിൽ വേറെ ഓട്ടരിപ്പേക്കൊന്നും അരിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് തന്നെ നമുക്ക് ഈ ചിക്കനിലേക്ക് തന്നെ നമ്മൾ ഊറ്റിയിട്ട് അരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ചോറ് വെന്ത്, അപ്പോൾ ഞാൻ ഊറ്റിയിട്ട് വേറെ പാത്രത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഓയിൽ തന്നെയാണ് നമ്മളിനി ആ കുക്കറിൽ വേവിച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിൻ്റെ ഒക്കെ മിക്സ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ എണ്ണ തന്നെ ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കണ്ടില്ലേ, ഇതിൽ ഇപ്പോൾ വെള്ളമുണ്ട്, നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചെടുത്തിട്ടില്ല. തക്കാളിൻ്റെയും സവാളൻ്റെ ഒക്കെ വെള്ളം ഇതിലേക്ക് നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിങ്ങനെ വാട്ടി കളിക്കേണ്ട ഒരു ആവശ്യമില്ല, നല്ലോണം വയൻ്റെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പം തന്നെ കേട്ടോ. ഇതിങ്ങനെ ഞാൻ ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്തുമാത്രം പേസ്റ്റായിട്ടാണ് നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ കിട്ടിയിട്ടുള്ളതെന്ന്. മറ്റേ നമ്മൾ എത്ര നേരം മെനക്കെട്ടിരുന്ന് ഇങ്ങനെ വയറ്റി കളിക്കണം. എനിക്ക് വയറ്റാന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ബോറടി ഉള്ളൊരു കാര്യമാണ് കേട്ടോ. എന്ത് സാധനം എനിക്ക് വയറ്റുന്ന കാര്യം ഭയങ്കര മടിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം വേണ്ട, ഒരു അരൻ്റെ കുറവ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ. ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട. നമ്മളിപ്പോൾ ബിരിയാണി മസാലയിൽ മഞ്ഞൾ ഉണ്ടായിരിക്കുക, പിന്നെ ഒന്നും കൂടി നമുക്ക് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതാ ഒരു പിടി നിറച്ച് മല്ലിൻ്റെ ഇലയും പുതിനേൻ്റെ ഇലയും കൂടി. ഇതിപ്പോൾ 2 പിടി മല്ലിൻ്റെ ഇല എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ പിടി പുതിനേൻ്റെ ഇല മതി കേട്ടോ. പുതിന കുറവും മല്ലി കൂടുതലായിട്ട് വേണം ബിരിയാണിക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ ആയി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് എണ്ണ കുറവാണെന്ന് കണ്ടപ്പോൾ ഇതൊരു ഡാൽഡ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ കഷ്ണമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ നെയ്യില്ലേ അത് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഡാൽഡ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഇട്ടുകൊടുത്തു. ഡാൽഡ എൻ്റെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിൽമൻ്റെ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമാണ് ഈ ടൈമിൽ ഒഴിച്ചു കൊടുക്കൽ. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കട്ടെ. പിന്നെ കുറച്ചൊരു 1/2 സ്പൂണ് ഗരം മസാലയും ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ പൊടി മിസ് ചെയ്യാതെ ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് കിട്ടൽ കേട്ടോ. പിന്നെ ഗരം മസാല എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പൊടിച്ചെടുക്കണ ഗരം മസാലയാണ്. ഞാൻ കടയിൽ നിന്നൊന്നും ഗരം മസാല വാങ്ങാറില്ല. എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് ഇഷ്ടമല്ല. അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നൽ. ഞാൻ ഉണ്ടാക്കിയാൽ എനിക്കതൊരു എന്താ പറയുക ഇഷ്ടപ്പെടലുള്ളൂ. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി പെട്ടെന്ന് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ തൈരില്ല നമ്മളെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചെടുത്താലും മതി കേട്ടോ. തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കുക, ഇല്ല വെച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുത്താൽ മതി. പിന്നെ അത് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ലിവറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, നെയ്യൊക്കെ, അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കായം തേച്ചിൽ അതും പെട്ടിന്ന് കേട്ടോ. അപ്പോൾ ഞാനത് ഈ ടൈമിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ലോണം ഇതിലേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ ഇറച്ചിൻ്റെ. എന്നിട്ട് ഇതൊരു 5 മിനിറ്റോളം നമുക്ക്, ഇനിയിപ്പോൾ വലിയ തീ കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ഇതെല്ലതും വെന്ത സാധനമാണ്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടിയിട്ട് വെക്കട്ടെ ചെറിയ തീയിലിട്ടിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ദമ്മിട്ട് കൊടുക്കാം. ഇത്രയും പണിയുള്ളൂ കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി തന്നെ ആയിക്കാറട്ടോ നമുക്ക് കിട്ടൽ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് മല്ലിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കട്ടെ. പുതിനൻ്റെ ഇല ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല, നല്ല അടിപൊളി ഗ്രേവിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ ഇതേമാതിരി ഗ്രേവി ഉണ്ടാക്കിയിട്ട് പൊറാട്ടയ്ക്കൊക്കെ എടുക്കലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇതേമാതിരി ഗ്രേവി ഉണ്ടാക്കിക്കാണ്ട് പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൊണ്ടിട്ടാ. പിന്നെ അത് ഞാൻ കുറച്ച് മിൽമൻ്റെ നെയ്യാണ് ഇതിൽ ഒന്ന് ഒഴിച്ചെടുത്തേക്കണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനൻ്റെ ഇലൻ്റെ ടേസ്റ്റ് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടലില്ല, അങ്ങനെയുള്ളവർക്ക് ഈ ഭാഗത്ത് പുതിനൻ്റെ ഇല സ്കിപ്പ് ചെയ്യാം കേട്ടോ. മല്ലിൻ്റെ ഇല മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പുതിന കുറവും മല്ലി കൂടുതലായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കൽ കേട്ടോ. പിന്നെ അതാ ഞാൻ ഊറ്റി വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാൻ ഒറ്റ തവണ ആയിട്ടാണ് ദമ്മിടണത്, 2 ലെയറായിട്ടൊന്നും ഇടുന്നില്ല. എന്താ വെച്ചാൽ ഇതാകെ 1 കിലോൻ്റെ റൈസല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഇട്ടെടുക്കണം. ഞാൻ 1 കിലോ ചിക്കൻ കൊടുത്തിട്ട് ഞാനിതിന്ന് ഒരു 5-8 പീസ് പൊരിക്കാനും ഞാൻ എടുത്ത് വെച്ചേക്കണം കേട്ടോ. ബാക്കി ഇട്ടിട്ട് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കണത്. അപ്പോൾ പിന്നെ എല്ലാ കാര്യം വേണ്ട നമുക്ക് നടക്കൽ. പിന്നെ ബിരിയാണിയിൽ പിന്നെ എന്താ പറയുക, ഇറച്ചി കുറവാണെന്നുണ്ടെങ്കിലും ഇവിടെ എന്തായാലും പൊരിച്ചത് നിർബന്ധമായിരിക്കും കേട്ടോ മക്കൾക്ക്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്ന് തന്നെ ഒരു 5-6 പീസ് എടുത്തുകാണ്ട് പൊരിക്കാനേ വെച്ചിരിക്കണം. നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാം ചെയ്യണമല്ലോ. പിന്നെ അതാ ഞാൻ ദമ്മിട്ട് കൊടുക്കുക കേട്ടോ. ഒന്നുമില്ല, നെയ്യ് മേലെ ഒഴിച്ചെടുത്തുക്കാണ്ട് കുറച്ച് മല്ലിൻ്റെ ഇലയും പുതിനൻ്റെ ഇലയും കൂടി വിതറി കൊടുക്കണം. ഉള്ളി പൊരിച്ചൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല ഉള്ളി പൊരിച്ചിടേണ്ട. അല്ലാതെ തന്നെ ഇത് നല്ല അടിപൊളി ബിരിയാണി ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എത്ര കിലോ ബിരിയാണി വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കട്ടോ. എന്താ വെച്ചാൽ കുക്കറിലാണ് നമ്മൾ എല്ലാം കൂടി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വയറ്റിയൊക്കെ കിട്ടും. നമുക്ക് 5 കിലോ 10 കിലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും കുക്കറിൽ ഇതേപോലെ ഉള്ളിയും തക്കാളിയും എടുത്തിട്ട് വയറ്റി നമുക്ക് ബിരിയാണി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. എന്താ വെച്ചാൽ നമുക്ക് വയറ്റുന്ന ടൈം ഒരുപാട് കുറവായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് വയറ്റി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ പണി തീരും ചെയ്യും. വിറകിൻ്റെ അടുപ്പത്താണെന്നുണ്ടെങ്കിൽ ചോറൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് കൊടുന്ന് ഇങ്ങനെ ദമ്മിട്ട് കൊടുത്താൽ മാത്രം മതിയായിരിക്കും. പിന്നെ അതാ ഞാൻ 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്തതിന് ശേഷമാണ് ദമ്മ് പൊട്ടിക്കുന്നിട്ട്. ഞാൻ ആദ്യം ഒന്ന് ഇതാക്കി നോക്കി, അപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ കുറച്ച് നേരം കൂടി ഞാൻ അടച്ച് വെച്ചിട്ട് പിന്നെയാണ് തുറന്നിട്ട് പ്ലേറ്റിക്ക് വിളമ്പണത് കേട്ടോ. അപ്പോൾ ഇത് വിളമ്പുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ടേസ്റ്റി ആയിരിക്കും ഈ ബിരിയാണി എന്നുള്ളത്. നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഒരു വറ്റുമ്പോൾ തൊടാത്ത മാതിരി കിട്ടിയിട്ടുണ്ട്. ചോറ് ഒട്ടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബിരിയാണി.
അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായം കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേ ചെയ്യരുത് കേട്ടോ. ഞാൻ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിച്ചിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.